കരിപ്പൂർ സ്വർണ്ണക്കടത്തിലെ വിവാദ പരാമർശം പിൻവലിക്കാതെ പ്രതികരണം കടുപ്പിച്ചിരിക്കുകയാണ് കെ.ടി. ജലീൽ. ലീഗിനോട് സഹകരിക്കുന്ന മതപണ്ഡിതന്മാർ പോലും സ്വർണം കടത്തിയെന്നുള്ള ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഇന്ന് ഉന്നയിച്ചത്. രാജ്യവിരുദ്ധമായ കാര്യം മതവിരുദ്ധമെന്നും കെ.ടി. ജലീൽ. മുസ്ലിം സമുദായത്തെ കുറ്റവാളികളാക്കി ചിത്രീകരിക്കാൻ കെ.ടി. ജലീൽ ശ്രമിക്കുന്നുവെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PM.A. സലാം പ്രതികരിച്ചു. വാക്പോര് തുടരുമ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് കെ.ടി. ജലീൽ. സ്വർണ്ണക്കടത്ത് കേസുകളിൽ പിടിയിലാകുന്നവരിൽ കൂടുതൽ മുസ്ലിങ്ങൾ തന്നെ. കടത്ത് തടയാൻ പാണക്കാട് തങ്ങൾ ഫത്വ ഇറക്കണം. ലീഗിനോട് സഹകരിക്കുന്ന മതപണ്ഡിതർ വരെ സ്വർണം കടത്തിയെന്ന ആരോപണം ജലീൽ ഇന്നുന്നയിച്ചു. ലീഗിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മതസംഘടനയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ഇപ്പോഴും അലങ്കരിക്കുന്ന ഒരു പണ്ഡിതൻ പുസ്തകത്തിന്റെ ചട്ടയിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവരികയും അത് കസ്റ്റംസുകാർ പിടികൂടുകയും എത്രയോ ആഴ്ചകൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്ന് മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ ഞാനതിന്റെ എല്ലാ വിശദ വിവരങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും. മുഴുവൻ കുറ്റകൃത്യങ്ങളുടെയും ഉത്തരവാദിത്വം മുസ്ലിം സമുദായത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് കെ.ടി. ജലീൽ എന്ന് ലീഗ്. വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കണമെന്ന് PM.A. സലാം. കേരളത്തിലും ഇന്ത്യയിലും BJP പോലും RSS പോലും ചെയ്യാത്ത കാര്യമാണ് ശ്രീ കെ.ടി. ജലീൽ ചെയ്തിരിക്കുന്നത്. അതിന് ഗൗരവമായി കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന CPM അതിന് മറുപടി പറയണം എന്ന് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ ഉച്ചഭാഷിണിയായി കെ.ടി. ജലീൽ മാറിയെന്ന് M.K. മുനീർ 24നോട്. പിണറായി വിജയൻ മലപ്പുറം ജില്ല തീവ്രവാദ കേന്ദ്രമാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പം കെ.ടി. ജലീൽ ഒന്നുകൂടി കടന്നു പറയുന്നത് മലപ്പുറം ജില്ല തീവ്രവാദ കേന്ദ്രമാണ് എന്ന് മാത്രമല്ല, ദേശവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവരികയാണ്. സമുദായ നേതാക്കൾ മതവിധി പുറപ്പെടുവിക്കണമെന്ന് പറയാൻ ഇത് മതരാഷ്ട്രമാണോ എന്നായിരുന്നു യൂത്ത് ലീഗ് അധ്യക്ഷൻ P.K. ഫിറോസിന്റെ ചോദ്യം. ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചെന്ന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയതിന് പിന്നാലെയാണ് CPIM പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര MLA കെ.ടി. ജലീലും വിവാദ പരാമർശങ്ങളുമായി സജീവമാകുന്നത്. 24 തിരൂർ.